പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒന്നും രണ്ടും ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ ആത്മവിശ്വാസത്തോടുകൂടി ഇപ്രാവശ്യം 400 സീറ്റുകൾ വരെ നേടും എന്ന് പറഞ്ഞ് തുടങ്ങിയതായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ ഇപ്പോൾ ഏതാണ്ട് മന്ദഗതിയിലായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ പ്രധാനമായ കാരണം ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ ഉണ്ടായതായ തെരഞ്ഞെടുപ്പ് ശതമാനത്തിലുള്ള കുറവാണ്. അത് BJPയെ നന്നായി പിടിച്ചുലച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ നേതാക്കന്മാരുടെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പല സംസ്ഥാനങ്ങളിലായി ഘട്ടം ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വളരെ കുറച്ച് ശതമാനം വോട്ടുകൾ മാത്രമേ പോൾ ചെയ്തിട്ടുള്ളൂ. അതിന്റെ കാരണങ്ങൾ ഇപ്പോഴും അന്വേഷിക്കുകയാണ്. ഉത്തർപ്രദേശിൽ പോലും BJPയുടെ ഏറ്റവും ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന ചില മണ്ഡലങ്ങളിൽ പോലും അവർ പ്രതീക്ഷിച്ചത്ര വോട്ട് ശതമാനം ഉണ്ടായിട്ടില്ല. അതുപോലെ മധ്യ ഇന്ത്യയിലും വടക്ക് കിഴക്കൻ പ്രദേശത്തും പശ്ചിമ ഇന്ത്യയിലും ഒന്നും അത് ആഗ്രഹിച്ചതുപോലെ അവർ കണക്ക് കൂട്ടിയതുപോലെ വന്നിട്ടില്ല എന്നുള്ളതാണ് അവരെ കൂടുതൽ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്നതായിട്ടുള്ള പ്രചാരണ പ്രസംഗങ്ങളൊക്കെ വളരെ വിവാദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വ്യക്തി നിയമത്തെക്കുറിച്ചും പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചും കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനെ സംബന്ധിച്ചുമൊക്കെ വളരെ വിവാദമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ BJP നേതാക്കന്മാരിൽ നിന്ന് ആവർത്തിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പ്രത്യേക സമുദായത്തെ ഉന്നം വെച്ചുകൊണ്ട് ആണ് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള പരാമർശങ്ങൾ ന്യൂനപക്ഷത്തെ നന്നായി വ്രണപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പ്രധാനമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം മുസ്ലിം സമുദായത്തിന്റെ സംവരണത്തെ കുറിച്ചാണ്. കർണാടകയിൽ മുസ്ലിം സമുദായത്തെ OBC വിഭാഗത്തിൽ പെടുത്തിയത് ശരിയായില്ല, അവർക്ക് സംവരണം പ്രത്യേകമായി നൽകുന്നത് ശരിയല്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു, അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മുസ്ലിങ്ങൾക്ക് ഈ തരത്തിൽ പ്രത്യേക സംവരണ ആനുകൂല്യങ്ങൾ നൽകാൻ അനുവദിക്കുകയില്ല എന്നുള്ളതാണ്. അതൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മതസൗഹാർദ്ദം നിലനിൽക്കുന്ന രാജ്യത്ത് അത്തരം പ്രസ്താവനകൾ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്ന ആൾ ഒരിക്കലും നടത്താൻ പാടുള്ളതല്ല. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യയിലെ 144 കോടി ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ്. എല്ലാ മതങ്ങൾക്കും ഒരുപോലെ പ്രവർത്തിക്കുവാനും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിലനിർത്തുവാനുമുള്ള അവകാശമുണ്ട്. ഭരണഘടനാപരമായി തന്നെ അവകാശങ്ങളുള്ള ന്യൂനപക്ഷ സമുദായങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ള ഒരു മതേതര രാഷ്ട്രത്തിൽ പ്രധാനമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് വളരെയേറെ ദോഷം ചെയ്യുന്നു എന്നുള്ള തിരിച്ചറിവ് അവർക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. BJP നേതാക്കന്മാരൊക്കെ ഇപ്പോൾ പ്രതിരോധത്തിൽ ആണ് താനും. അതിന്റെ കൂട്ടത്തിലാണ് അവരുടെ കൂടെ നിൽക്കുന്ന ചില സഖ്യകക്ഷികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. ഏറ്റവും ഒടുവിലത്തെ പ്രശ്നമാണ് കർണാടകയിലെ ഒരു നിലവിലുള്ള MP ആയിട്ടുള്ള പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന അദ്ദേഹം ഉണ്ടാക്കിയ ഊരാക്കുടുക്കുകളും ഏടാകൂടങ്ങളും. അദ്ദേഹം ചില്ലറക്കാരനല്ല. ഈ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ദേവഗൌഡയുടെ കൊച്ചുമകനും ജനതാദൾ എസിനെ പ്രതിനിധീകരിച്ച് കർണാടകയിലെ ഹാസൻ എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിലെ നിലവിലുള്ള MP-യുമാണ്. അവിടത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. അവിടെ വീണ്ടും പാർലമെന്റിലേക്ക് മത്സരിച്ചത് ഈ പറയുന്ന ദേവഗൌഡയുടെ കൊച്ചുമകനായ പ്രജ്വൽ രേവണ്ണയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ചില്ലറക്കാരനല്ല. അദ്ദേഹവും ഈ പറയുന്ന ജനതാദൾ എസിന്റെ വളരെ മുൻനിരയിൽ നിൽക്കുന്ന നേതാവാണ്. അതായത് ദേവയുടെ മകൻ SD രേവണ്ണ. ഈ HD രേവണ്ണ എന്ന് പറയുന്നത് കർണാടകയുടെ മുഖ്യമന്ത്രിയായിരുന്ന HD രാമസ്വാമിയുടെ സഹോദരനാണ്. അവർ രണ്ടുപേരും ദേവഗൌഡയുടെ മക്കളാണ്. അപ്പോൾ ദേവഗൌഡ കുടുംബത്തെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രത്യേകിച്ച് ഈ പ്രജ്വൽ രേവണ്ണയുടെ പേരിലുള്ള ലൈംഗിക അപവാദം ആ പാർട്ടിയെ വല്ലാതെ പിടിച്ചുലച്ചിരിക്കുന്നു.
അതുപോലെ തന്നെ അവർ സഖ്യകക്ഷിയായി നിൽക്കുന്നിടത്തോളം കാലം NDA മുന്നണിയെയും വല്ലാതെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന യുവാവായിട്ടുള്ള MP, നിലവിലുള്ള MP, അതുപോലെ തന്നെ വീണ്ടും മത്സരിച്ച MP, അവിടുത്തെ ഫലം ഇനിയും ജൂൺ 4 വരികയുള്ളൂ. അദ്ദേഹം ഇപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒളിവിലാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ധാരാളം പരാതികൾ സ്ത്രീകൾ കൊടുത്തിരിക്കുകയാണ്. അവരെ മാനഭംഗപ്പെടുത്തി, അവരെ പീഡിപ്പിച്ചു എന്നുള്ള നിരവധി ആക്ഷേപങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നവമാധ്യമങ്ങളിൽ അതിനെ സംബന്ധിച്ചുള്ള പ്രചാരം വളരെ ഗൗരവത്തിൽ നടക്കുന്നു. ഈ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന യുവ MP ഇപ്പോൾ പോലീസ് ഭാഷയിൽ പറഞ്ഞാൽ ഒളിവിലാണ്. ഏതാണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഏതാണ്ട് 3000-നടുത്ത് അശ്ലീല വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയുന്നത് ജർമ്മനിയിലാണ് എന്നാണ്. ഇന്ന് ഒടുവിൽ വന്ന വാർത്ത, പോലീസ് അദ്ദേഹത്തിന്റെ പേരിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ ഏതെങ്കിലും വിമാനത്താവളത്തിലോ അല്ലെങ്കിൽ തുറമുഖത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്രങ്ങളോ അദ്ദേഹം വന്നിറങ്ങിയാൽ ആ നിമിഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്ന ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. എന്തൊരു ദുർഗതിയാണ് BJP ഉൾപ്പെടുന്ന നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിക്ക് ഈ JDS എന്ന് പറയുന്ന താരതമ്യേന ഒരു കുടുംബ പാർട്ടിയായ പ്രാദേശിക കക്ഷി വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കർണാടകയിൽ ഇനിയും പല മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ അത് വലിയ ഒരു തിരിച്ചടിയാണ് NDA മുന്നണിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന. വലിയൊരു പ്രതിസന്ധിയിലാണ് NDA മുന്നണി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കർണാടകയിൽ NDA മുന്നണിയുടെ BJPയുടെ ഏറ്റവും ശക്തരായ ഘടകകക്ഷി എന്നാണ് JDS അവകാശപ്പെടുന്നത്. ഒരു കാലത്ത് JDS നല്ല സ്വാധീനമുള്ള ഒരു കക്ഷിയായിരുന്നു, കർണാടകയിൽ അധികാരത്തിലിരുന്ന കക്ഷിയാണ്. എന്നാൽ ആ കക്ഷി ഇപ്പോൾ ഏതാണ്ട് ഒരു കുടുംബ പാർട്ടിയായി, പ്രാദേശിക പാർട്ടിയായി പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ദേവഗൌഡയാണ് ഇപ്പോഴും അതിന്റെ അധ്യക്ഷൻ. അദ്ദേഹത്തിന്റെ 2 മക്കളും വളരെ വിവാദത്തിൽ, അതായത് കുമാരസ്വാമിയും രേവണ്ണയും വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഇപ്പോഴാണ് 3ാം തലമുറക്കാരനായ പ്രജിത് രേവണ്ണയും വളരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണത്തിന് വിധേയമായിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ BJPക്ക് 400 സീറ്റ് എന്ന വീരവാദവുമായി തുടങ്ങിയ അവരുടെ ആത്മവിശ്വാസം ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വടക്കേ ഇന്ത്യയിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള ശതമാന വോട്ടിംഗ് നടക്കുന്നില്ല, മധ്യ ഇന്ത്യയിൽ നടക്കുന്നില്ല. ഇപ്പോൾ 400 എന്ന നമ്പർ പോയിട്ട് 300 പോലും പറയാനായി അവർക്ക് വളരെ വൈമുഖ്യമാണ്. അതിനിടയിലാണ് പ്രധാനമന്ത്രി ഇതുപോലെ നടത്തുന്ന വിവാദ പ്രസ്താവനകൾ. 272 എന്ന് പറയുന്ന കേവല ഭൂരിപക്ഷത്തിന്റെ നമ്പറിൽ എത്താൻ പോലും ഇപ്പോൾ നെടുവീർപ്പെടുന്ന അവസ്ഥയിലാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും ഉണ്ടാകുന്നതായിട്ടുള്ള വിവാദ പ്രസ്താവനകൾ, തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ, മറ്റ് കക്ഷികൾക്ക് ദോഷമുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തെയൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചിലയിടത്തെങ്കിലും നിയമമാക്കിയിരിക്കുന്ന മതപരിവർത്തന നിരോധന നിയമം, അതൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വളരെ ദോഷങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നു എന്ന് വന്നപ്പോൾ വലിയ വലിയ ആത്മവിശ്വാസത്തിലുള്ള ശോഷണമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഇക്കാര്യത്തിൽ വളരെ ഗൗരവത്തിലാണ് കാര്യങ്ങൾ വീക്ഷിക്കുകയും പ്രതികരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അനുദിനം. ബഹുമാന്യായ രാഹുൽ ഗാന്ധിയൊക്കെ ഈ തരത്തിലുള്ള മതസ്പർദ്ധ ഉണ്ടാക്കുന്ന, മതവിദ്വേഷം ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ആവർത്തിച്ചു പറയുന്നു. ബഹുമാനപ്പെട്ട മല്ലികാർജുന ഖാർഗെ, അഖിലേന്ത്യാ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷൻ, പ്രധാനമന്ത്രിക്ക് നേരിട്ട് കത്തയച്ചിരിക്കുകയാണ്. ഇതുപോലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം നേരിട്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന്റെ ഗൗരവം എത്രയുണ്ടെന്ന് കാണേണ്ടതാണ്. ഏതായാലും BJP ഇപ്പോൾ കടുത്ത ഒരു പ്രതിരോധത്തിലാണ്. സ്വന്തമായി അവർ പ്രതിരോധത്തിലാകുന്നതിനോടൊപ്പം തന്നെ അവരോടൊപ്പം നിൽക്കുന്ന ഈ ചെറിയ കക്ഷികൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളും അവരുടെ പ്രതിരോധത്തിന്റെ ആക്കം കൂട്ടിയിരിക്കുകയാണ്. ആ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആത്മവിശ്വാസവും ധൈര്യവും ഒന്നും ഇപ്പോൾ ഇല്ല. പരിഭ്രമത്തിലാണ് BJPയുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ,
പ്രാദേശിക നേതാക്കന്മാർ ഒക്കെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനിടയിലാണ് അവിടെയായി BJP-യിൽ നിന്നുണ്ടാകുന്ന ചോർച്ചയും നേതൃനിരയിലുള്ള ചില ആളുകൾ തന്നെ BJP വിട്ട് അവർ പഴയ കോൺഗ്രസ് സ്ഥാപനത്തിലേക്ക് മടങ്ങിപ്പോകുന്നുണ്ട്. അതിനോടൊപ്പം നാം ചേർത്ത് വായിക്കേണ്ടത് 2 മുഖ്യമന്ത്രിമാർ ഇപ്പോഴും അഴികൾക്കുള്ളിലാണ്. ബഹുമാന്യനായ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയും അതുപോലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറനും ജയിലിൽ കഴിയുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധികൾ അവരുടെ ജാമ്യം സംബന്ധിച്ച് താമസിയാതെ പുറപ്പെടുവിക്കും. അങ്ങനെ വരുമ്പോൾ അതും ഒരുപക്ഷെ അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് തിരിച്ചടിയായേക്കാം. ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് വരുന്ന നിരീക്ഷണങ്ങളൊന്നും അവർക്ക് അനുകൂലമായിട്ടുള്ളതല്ല. രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാരെ ജയിലിൽ അടയ്ക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഒട്ടും യോജിച്ചതല്ല എന്ന് പരക്കെ ചർച്ച നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ തെലങ്കാന മുഖ്യമന്ത്രിക്ക് പോലും ഒരു നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഡൽഹി പോലീസിന്റെ മുമ്പിൽ ഹാജരാകണമെന്ന് പറഞ്ഞ് അദ്ദേഹം തൽക്കാലം ഹാജരായിട്ടില്ല. ഒടുവിൽ ആ പോലീസ് തന്നെ പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തെ പ്രതിയാക്കിയിട്ടില്ല, സാക്ഷി മാത്രമേ ആക്കിയിട്ടുള്ളൂ എന്നവർ കരണം മറിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ അവരുടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ വളരെ ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങളൊക്കെ വല്ലാത്ത ഒരു ഏടാകൂടത്തിൽ പ്രതിസന്ധിയിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയെ കൊണ്ട് എത്തിച്ചു നിൽക്കുന്നു. ഇന്ത്യ മുന്നണി കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടെ രംഗത്ത് പ്രവർത്തിക്കുകയാണ്. ബഹുമാന്യായ രാഹുൽ ഗാന്ധി കൂടുതൽ ആർജവത്തോടുകൂടെ രംഗത്ത് വീണ്ടും ഇറങ്ങി പ്രചാരണത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. ഒരാഴ്ചയോളം അദ്ദേഹത്തിന് ശാരീരികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. വീണ്ടും അദ്ദേഹം സജീവമായി കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഏതായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃനിരയിലൊക്കെയുള്ള ഇപ്പോഴത്തെ ചെറിയ മൗനം അത് മുഴുവൻ ഏറ്റുപിടിക്കാനുള്ള ഉത്തരവാദിത്വം പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിക്കാണ്. മറ്റ് നേതാക്കന്മാരൊന്നും കാര്യമായി പ്രതിരോധിച്ച് രംഗത്തിറങ്ങുന്നില്ല. അതെല്ലാം ഈ പറയുന്ന ഏകശിലാ സങ്കല്പം ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ ദോഷം ചെയ്യുന്നുണ്ട്. അവിടെ ഒരു തരത്തിലുള്ള ബിംബവൽക്കരണം ദോഷം ചെയ്യുന്നുണ്ട്. വ്യക്തി കേന്ദ്രീകൃതമായ ഒരു പാർട്ടി എന്ന രീതിയിൽ അത് ആയിത്തീർന്നാൽ അവർക്ക് വളരെയേറെ ദോഷമുണ്ടാകും. വീരാരാധനയും അതുപോലെ തന്നെ ബിംബവൽക്കരണവും ഒക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലായെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി വളരെ ഇരുളടഞ്ഞതായിരിക്കും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. അതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഏകശിലാ സമ്പ്രദായം, ബിംബവൽക്കരണം, വീരാരാധന, വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള പൂജ, വ്യക്തിപൂജ ഇതൊക്കെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇനിയും മുന്നോട്ട് അത്ര എളുപ്പത്തിൽ പോകാനായി സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയും 5 ഘട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനുണ്ട്. മെയ് മാസം അവസാനത്തോടുകൂടി മാത്രമേ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയുള്ളൂ. ജൂൺ മാസം 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരും. അങ്ങനെ വരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് കടുത്ത നഷ്ടം ഒരുപക്ഷെ നേരിട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല.